എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കുഞ്ഞുണ്ണി. എൻ്റെ ചേച്ചിയാണ് മഞ്ജരി ചേച്ചി. ആ ചേച്ചിയുടെ സൂപ്പർ കടലപ്പായസം ഉണ്ട്. എന്ത് ടേസ്റ്റിയാണെന്നറിയാവോ? നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. താങ്ക് യു. എൻ്റെ ചേച്ചിയുടെ ചാനലിലെ പേര് സ്പൈസ് ട്രഷർ. എല്ലാവരും കാണണേ. ഹായ്, എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങളുമായി സംസാരിച്ചത് എൻ്റെ അനിയൻ നവീനാണ് കേട്ടോ. അവനെ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞുണ്ണി എന്നാണ് വിളിക്കുക. അവൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സോ അവൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കടല പായസം എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കടലപ്പായസം തയ്യാറാക്കാനായി ഞാൻ ആദ്യം തന്നെ ഇവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സാധാരണ നമ്മൾ പരിപ്പൊക്കെ വേവിക്കും പോലെ വേവിക്കാനാണ് പോകുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കടലപ്പരിപ്പിനെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇത് നമുക്ക് 5 തൊട്ട് 8 വിസിലിനകം റെഡിയായി കിട്ടുന്നതാണ്. എനിക്ക് 8 വിസിലിന് ശേഷമാണ് ഇത് നന്നായി വെന്ത് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് ചവ്വരിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ല മുത്തുപോലെ നമുക്കത് വേവിച്ചെടുക്കണം. എന്നാലേ നമ്മളത് പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. 8 വിസിലിന് ശേഷം നമ്മളുടെ കടലപ്പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കി ഹാഫ് നന്നായിട്ട് മാഷ് ചെയ്യുക. ഫുള്ള് മാഷ് ചെയ്യരുത്, നമുക്ക് പാതി മാത്രം മാഷ് ചെയ്താൽ മതി. എന്നാലേ നമുക്കത് നല്ലൊരു കടിക്കാൻ കിട്ടുന്നൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്ത കടലപ്പരിപ്പിൻ്റെ പാതി ഭാഗം നന്നായി മാഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി പായസം തയ്യാറാക്കാൻ ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിനൊന്നും ഒരു പെർഫെക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും മുന്തിരിയും കശുവണ്ടിയും എല്ലാം നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മാഷ് ചെയ്ത കടലപ്പരിപ്പും മാഷ് ചെയ്യാത്തതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് നെയ്യുടെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച കടലപ്പരിപ്പിനെ നെയ്യുമായി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കിലോ ശർക്കര ഉരുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കിലോ ശർക്കര എടുത്ത് നന്നായി ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1/2 കിലോ കടലപ്പരിപ്പ് എടുക്കുമ്പോൾ 1/4 കിലോ ശർക്കരയാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ശർക്കര ആഡ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മളുടെ ആ ശർക്കരയും നമ്മുടെ ഈ കടലപ്പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 15 മിനിറ്റിന് ശേഷം ഇത് ഇച്ചിരി ഡാർക്ക് കളറാകും. അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2.5 കപ്പ് 2ാം പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നെക്സ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചവ്വരിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
ചവ്വരിയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാലും ചവ്വരിയും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റെങ്കിലും തിളപ്പിക്കുക. നന്നായി തിളപ്പിക്കും തോറും നമ്മുടെ പായസം നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി കിട്ടും. ഇനി നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി ഇതിലേക്ക് പൊടിച്ച ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏലക്കാപ്പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 1 പാലാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പായസം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പായസത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് കളറിലും ടെക്സ്ചറിലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറിലും ടെക്സ്ചറിലും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നോക്കൂ, നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.